ഹലോ ഗൈസ്, അപ്പം നമ്മളുടെ കൊടൈക്കനാൽ വീഡിയോയുടെ പാർട്ട് 2 ആണിത്. അപ്പോൾ നമ്മൾ അടിപൊളി ലൊക്കേഷൻ ആയിട്ടുള്ള ബോട്ടിംഗ്, അതായത് കൊടൈക്കനാൽ ലേക്ക് അവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടിംഗ് ആണ്, മൊത്തം ബോട്ടിംഗ് ആണ്. പിന്നെ ഈ ഭാഗത്ത്, ഈ സൈഡ് കാണുന്ന ഭാഗത്തൊക്കെ സൈക്ലിങ്ങും ഉണ്ട്. സൈക്ലിങ്, ബോട്ടിങ്, കുതിര സഫാരി, അങ്ങനെ എല്ലാം ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ അത്. അപ്പോൾ കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല ലൊക്കേഷനാണ് കേട്ടോ അവിടെ കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ധാരാളം ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിലൊന്നും കയറിയില്ല. അപ്പോൾ കയറുക, ബോട്ടിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പോകുന്നിടത്ത് പോകാം. അതുപോലെ കുതിര സഫാരി ഉണ്ട്, അതിലും കയറി കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു കുതിരയ്ക്ക് 150 രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ലിമിറ്റഡ് സ്പേസ് വരെ നമുക്ക് കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരുന്നതാണ്. അതുപോലെ സൈക്കിളുണ്ട്. അപ്പോൾ സൈക്കിള്, ഈ 2 സീറ്റ് സൈക്കിളിന് വന്നിട്ട് അരമണിക്കൂറിന് 150 രൂപയാണ്. 150 രൂപയ്ക്ക് നമുക്ക് എന്തുകൊണ്ടും വെറുത്താണ് കേട്ടോ. അരമണിക്കൂർ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുക, 2 ആൾക്ക് ഇരിക്കുകയും ചെയ്യുക. അതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിതാ ഹാഫ് ആൻ അവറിന് വേണ്ടിയിട്ട് നമ്മൾ സൈക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്കിളിലാണ് ഇനി കുറച്ച് നേരം നമ്മുടെ കറക്കം. അപ്പോൾ എന്തെന്നായാലും ഇവിടെ വന്നാൽ നമുക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. നമുക്ക് അത്രയ്ക്കും ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഗണ്ണ്, അതായത് ബലൂണിൽ ഗണ്ണ് ഷൂട്ട് ചെയ്യണതുണ്ട്. അതുപോലെ പാവ വെച്ചിട്ടുള്ള വേറൊരു ആക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റി നമുക്ക് ഈ ഒരു സ്പേസിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുണ്ടല്ലേ, ഞാനും അവസാനം കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. 2 ആളും കൂടെ ചവിട്ടുന്ന സമയത്ത് അതൊരു അടിപൊളി ഫീലാണ്. നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ നല്ല രീതിക്ക് എടുക്കാൻ പറ്റും. ഇവിടെ അധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു റോഡാണ്. നമുക്കിത് മൊത്തം ഒരു റൗണ്ട് കവർ ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ നമ്മളെ പോലെ തന്നെ ഒത്തിരി പേര് ഇതുപോലെ സൈക്ലിങ്ങിനും കുതിര സഫാരിക്കും ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അപ്പോൾ മക്കളുടെ പപ്പയും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതേ അങ്ങനെ നമ്മുടെ സൈക്ലിങ്ങിൻ്റെ ടൈമൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ സൈക്കിളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ സൈഡായിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു കടയിൽ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് കുറച്ച് നേരം നമ്മൾ ഇവിടെയും കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണാൻ തന്നെ അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഏത് സ്ഥലത്ത് ചെന്നാലും അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. എല്ലാ സ്പോട്ടും ഭംഗിയുള്ള സ്പോട്ടുകളാണ്. അപ്പം നമ്മൾ ഈവനിങ് ഒരു 4 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ വേറെ എവിടേക്കും പോകാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ കുറച്ചധികം സമയം തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോണത് റൂമിലേക്കാണ്. അതുകൊണ്ട് തന്നെ കുറേ സമയം ഇവിടെ നിന്നിട്ടാണ് പോയത്. അപ്പോൾ നമ്മളിതാ റൂമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. കൺട്രി ക്ലബ്ബ് റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ, പോണ സമയത്ത് ഈ കാണുന്നതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം ഈ സമയത്ത് പൂ വിട്ട് നിൽക്കുകയാണ്. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇത് കായായി നിൽക്കുന്നത് കാണാം. ഈ കാണുന്നത് കണ്ടില്ലേ, ഈ വെള്ള കളറായിട്ട് കാണുന്നത് മൊത്തം ഈ ആപ്പിളിൻ്റെ പൂവാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ അടുക്കി വെച്ച പോലെയാണ് ഈ കാണുന്ന വീടുകൾ. അത്രയ്ക്ക് മനോഹരമായ വീടുകൾ.
കുറേ ദൂരത്തു നിന്ന് നമുക്ക് കാണുമ്പോൾ ശരിക്കും കുഞ്ഞു കുഞ്ഞതായിട്ട് തോന്നുന്നത്. മൊത്തം വീടുകളുടെ കൂമ്പാരം തന്നെയാണ് അവിടെ മൊത്തം. നല്ല ക്ലൈമറ്റും ആയിരുന്നു. അപ്പോൾ ഇത് മൊത്തം കണ്ടില്ലേ, ആപ്പിൾ മരങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഇതേ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, കൺട്രി ക്ലബ് കൊടൈക്കനാൽ. അപ്പോൾ ദാ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും മുകളിലാണ് റൂം എടുത്തിട്ടുള്ളത്. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് റൂം. അപ്പോൾ ഇത് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ബാത്റൂമാണ്. നല്ല അടിപൊളി ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതും ഇതാണ് റൂം. അപ്പോൾ രണ്ടാൾക്ക് കിടക്കാവുന്ന റൂമാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സോഫയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കിടക്കാം. താഴെ നമുക്ക് എക്സ്ട്രാ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി റൂമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്, പുറത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റും നല്ല ചൂടുള്ള ചായയും കൂടെ കിട്ടിയതാണെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നൈറ്റ് നമ്മൾ ഡിന്നറിനായിട്ട് ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നത് കേട്ടോ. പക്ഷേ ഫുഡ് ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ് കേട്ടോ. ഈ കാണുന്ന ബിരിയാണിക്ക് ഒരു ബിരിയാണിക്ക് 450 രൂപയാണ്. ഒരു ചിക്കൻ ബിരിയാണിയും ഒരു മുട്ടയും കൂടെ വരുന്നതാണ് ഈ 450 രൂപ പാക്കേജ്. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഫുഡിന് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറത്ത് കുറേ സമയം നമ്മൾ ആ മഞ്ഞ് ആ തണുപ്പും ഒന്ന് ആസ്വദിക്കാനായിട്ട് നമ്മൾ കുറേ അധികം സമയം തന്നെ പുറത്ത് തന്നെ ഇരുന്നു. നല്ല രസമാണ്. മൊത്തം ആ സിറ്റിയിലെ ലൈറ്റുകൾ മൊത്തം ഇങ്ങനെ ദൂരെ മിന്നി മിന്നി കാണുന്നത്, ലൈറ്റ് കത്തുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടാ. അവിടുത്തെ ഏകദേശം ലൈറ്റുകളൊക്കെ ഓഫായില്ലേ. നമ്മൾ അപ്പോഴേ കാണുമ്പോൾ നിറയെ ലൈറ്റ് ഉണ്ടായിരുന്നു അവിടെ ആ ഭാഗത്ത്. എന്താ കഴിച്ചു ഫുഡ്? എന്ത് ഫുഡാണ് കഴിച്ചത്? ബിരിയാണി. എന്ത് ബിരിയാണി? കഴിച്ചത്? എന്ത് ബിരിയാണിയാണ് കഴിച്ചത്? നീ എന്താ കഴിച്ചത്? അത് പറ, ഉറക്കെ പറ. ചിക്കൻ്റെ എന്താ നീ കഴിച്ചത്? ലെഗ് പീസ് അല്ലേ? പിന്നെ ഇതിനകത്ത് തന്നെ ഇൻഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടാ. ഇത് ഫുട്ബോൾ കളിക്കുകയാണേ. അപ്പോൾ കുറേ സമയം നമ്മളിവിടെ ഫുട്ബോൾ കളിച്ചു. പിന്നെ സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് കളിച്ചു. ഇത് പിറ്റേന്ന് രാവിലെ നേരത്തെയുള്ള വ്യൂ ആണ് കേട്ടോ. ആരും എണീറ്റിട്ടില്ല. പക്ഷെ നല്ല പക്ഷികളുടെ ശബ്ദവും ആ തണുപ്പും ആ മഞ്ഞില്ലേ, ശരിക്കും അവിടെ നമ്മൾ കണ്ട ആ വ്യൂ ഒന്നും കാണാത്ത രീതിക്ക് മൊത്തം മഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ്. അത് കാണാനായിട്ട് രാവിലെ ആ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നേരത്തെ എണീറ്റതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ശരിക്കും എണീച്ചപ്പോൾ അത് കാണാൻ പറ്റി, അല്ലെങ്കിൽ ശരിക്കും ഞാനത് മിസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇതാ രാവിലെ നേരത്തെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ പോണ വഴിക്ക് കണ്ടിട്ടുള്ള ഒരു തട്ടുകടയിൽ കയറി ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകട്ടാ.
ഇതുണ്ടോ ഗൈസ്, ഈ മരം ഇത് ആപ്പിൾ മരമാണ്. ഇത് മൊത്തം ആപ്പിൾ തോട്ടമാണ്. ആ കാണുന്നത് മൊത്തം ആപ്പിൾ തോട്ടമാണ്. പക്ഷേ സീസൺ ഇല്ലാത്ത സമയത്തുകൊണ്ട് പൂ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ കായൊന്നുമില്ല. ഇതെന്താ ആപ്പിൾ മരത്തിൻ്റെ കായ് കാണിച്ചു തരാ. എന്താ കായ് കണ്ട, ഇത് കായ് വായിച്ച് നിൽക്കുന്ന കണ്ട. മൊത്തം എന്താ മൊത്തം ആപ്പിൾ. അപ്പോൾ ഇതുണ്ട് താഴത്തേക്ക് മൊത്തം മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കുറേ മങ്കികളിലൊക്കെ കണ്ട് കുറച്ച് നേരം അവരുടെ കൂടെയും കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ പോണത് പഴനിക്കാണ്. അപ്പോൾ പഴനിയിൽ പോണ സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് മൊബൈൽ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. പുറത്ത് മൊബൈൽ നമ്മൾ കൊടുത്ത് നമ്മൾ അങ്ങന്നിട്ടാണ് പഴനി മല കയറിയത്. അപ്പോൾ റോപ്പ് കയറാമെന്ന് വെച്ചാൽ ഭയങ്കര ക്യൂ ആയത് കൊണ്ട് തന്നെ നമ്മൾ നടന്ന് തന്നെ പഴനിമല കയറി ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അടിപൊളി ട്രാവലിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്. Andrea para Valeria.